താടി. എന്റെ പൈസ എവിടെ സാഗർ? നിങ്ങൾ എന്റെ പൈസ എന്താ ചെയ്തേ? നിങ്ങൾ അറിയാണ്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവില്ല. എന്റെ അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഇപ്പൊ അതിൽ 14 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്തേ? പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അത് ഞാൻ എടുത്തു. രാഷ്ട്രീയം കളിച്ച് നാട്ടുകാരെ സേവിച്ചിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയണം. മോളുടെ ഫീസ്, വീടിന്റെ റെന്റ്, ബാങ്ക് ലോൺ, ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. എന്റെ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ നീ ഓഫ് ചെയ്ത് വെച്ചാ ഒറ്റ മെസ്സേജ് വരുന്നില്ല. പൈസ പോണതും ഞാൻ അറിയണില്ല. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ എന്റെ കൂടെ വന്നു. രാഷ്ട്രീയം കളിച്ച് നാട്ടുകാരെ സേവിച്ചിട്ട് കാര്യമില്ല. വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയണം. മോളുടെ ഫീസ്, വീടിന്റെ റെന്റ്, ബാങ്ക് ലോൺ, ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യണം. മോളുടെ ഫീസ്, വീടിന്റെ റെന്റ്, ബാങ്ക് ലോൺ, ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യണം. സാഗർ, ഇന്ന് നിന്റെ ദിവസമാണ്. നീ എടുത്തു വെച്ച കൺ നിനക്കുള്ളത്. ആർക്കും വേണ്ടാതെ, ഒന്നിനും വേണ്ടാതെ എന്തിനും നീ ജീവിക്കണം. ചെറുപ്പം മുതലേ അവഗണനയല്ലേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. നിനക്ക് വേണ്ടി നിന്റെ കൊച്ചുണ്ട്, ഭാര്യയുണ്ട്, നിന്നെ വളർത്തി വലുതാക്കി മാതാപിതാക്കളുണ്ട്. ചിന്തിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ, പഠിപ്പിച്ച അധ്യാപകർ, സഹോദരൻ, മാതാപിതാക്കൾ, എന്തിന് നീ നിന്റെ ജീവന് തുല്യം സ്നേഹിച്ച നിന്റെ ഭാര്യ പോലും പണത്തിന് വേണ്ടി നിന്നോട് കണക്കാണ് ഇറങ്ങിപ്പോയില്ലേ? മറ്റാരും പറയുന്നത് നീ കേൾക്കുന്നു. എന്തിന് നാണം കെട്ട് ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ എന്തിനു നീ ജീവിക്കണം? നിനക്കിനിയും ജീവിതം മുന്നോട്ടുണ്ട്. ആലോചിക്കും. എന്റെ അടുക്കിലേക്ക് സ്വർഗം ഞാൻ കാണിച്ചു തരാം. എടുക്ക. യു ക്യാൻ. വേണ്ട, തുടരുന്നു. ഇരുന്ന് ആലോചിക്കും. ഇപ്പോഴത്തെ ദേഷ്യവും വിഷമവും എല്ലാം മാറും. നാളെ നിനക്കായി ഒരു കാലം തെളിയും. സാഗർ, ഇതല്ല ജീവിതം. ജീവിതം ഇതിനപ്പുറത്തേക്കാണ്. സന്തോഷവും സമാധാനവും തരുന്ന ജീവിതം. ഒരു സമാധാനവും ഇല്ലാതെ എന്തിനും നാടിനും വീടിനും വേണ്ടാത്തവരായി എന്തിനും നീ ജീവിക്കുന്നു? ആലോചിക്ക. നീ ചിന്തിക്ക. നീ നിന്റെ കൊച്ചിന്റെ മുഖം ആലോചിക്ക. നിന്നെ സ്നേഹിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ, നീ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് മിച്ചം വെച്ചേക്കുന്നവർ, അവർക്കൊക്കെ നീയാണ് അത്താഴി. ആർക്കൊക്കെ എന്തൊക്കെ നീ ചെയ്തില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ പുറമേയുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരുണ്ട്. നിന്നിൽ ഏൽപ്പിച്ചേക്കുന്ന കർത്തവ്യം പൂർത്തിയായിട്ടില്ല. ഭാര്യ, മകൾ, അപ്പൻ, അമ്മ
കൂട്ടുകാർ എല്ലാവരും നിന്നെ തഴഞ്ഞു. നാണം കെട്ട് നാറി നീ ജീവിക്കുന്നു. വാ, എടുക്ക്. നിനക്ക് ഇതിനപ്പുറമില്ലേ ശാന്തമായ സമാധാനത്തോടുള്ളല്ലേ? വാ. ഒരിക്കൽ കൂടി ആലോചിക്കും. നരകമാണ് സ്വർഗമാണോ എനിക്ക് വേണ്ടത്? നരകം തെരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. വീണ്ടും നീ അവ പറയുന്നത് കേൾക്കുന്നു. തള്ളി പറഞ്ഞവരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ നിനക്ക് പറ്റണം. നീ പ്രയത്നിക്കണം. വേണ്ട, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആലോചിക്കുക. ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. വേണ്ട, വാ വാ എടുക്ക്. വേണ്ട, ചെയ്യരുത്. സാഗർ, you can. ആലോചിക്കുക. ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. സാഗർ, ഡാഡി സാഗർ